ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 73 മുതൽ 75 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَمِنْ رَحْمَتِهِ جَعَلَ لَكُمْ وَمِنْ رَحْمَتِهِ ഇതിലുള്ള സാക്കിനത്തായ നൂനിനെ പൂർണ്ണമായും ശേഷമുള്ള റായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കുക. وَمِنْ رَحْمَتِهِ അപ്പോൾ റാഇൻ്റെ ശബ്ദം മാത്രമാണ് ഉച്ചാരണത്തിൽ ഉണ്ടാവുക. വമിർ റഹ്മതിഹി ഇതിൻ്റെ പേരാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. റഹ്മതിഹി എന്നതിലെ ദ്വമീറിൻ്റെ ദീർഘം മദ്ദുസ്സിലത്തി സുഗ്റ എന്ന ദീർഘമാണ്. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ആ ദീർഘം നൽകണം. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാണ് എന്നതാണ് പ്രത്യേകത. വമിർ റഹ്മതിഹി എന്ന് പറഞ്ഞ് നിർത്തൂല, മറിച്ച് വമിർ റഹ്മതിഹി എന്നാണ് വഖഫ് ചെയ്യുക. ജഅല ലകുമുൽ ലൈൽ വമിർ റഹ്മതിഹി ജഅല ലകുമുൽ ലൈൽ. ജഅല ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൽക്കിയായ അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഐൻ. ലക്കും എന്നതിലെ സാക്കിനത്തായ മീമിനെ ദമ്മ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്നു. കാരണം ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ലകുമുൽ ലൈല വന്നഹാറ വന്നഹാറ നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കണം. കഴിഞ്ഞ റായിൻ്റെയും ഹുക്മ അത് തന്നെ. ഉമിർ റഹ്മതിഹി അതേ അവസ്ഥ തന്നെ. തഫ്ഖീമോട് കൂടിയുള്ള റാ ആണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വന്നഹാറ എന്ന ശബ്ദം والنهار لتسكنوا فيه ولتبتغوا ബഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഗൈനിൻ്റെ ഉച്ചാരണം തടിപ്പിച്ച് തഫ്ഖീമോട് കൂടിയാവണം. നിസ്ബിയായ തഫ്ഖീമാണ് ഗൈനിനുണ്ടാവുക. ഗൈനിന് ദമ്മാണ് എന്നതുകൊണ്ട്. അപ്പോൾ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ ഗൈൻ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി സാക്കിനത്തായ നൂൻ ശേഷം ഫ. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമമാണ്. നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽ ഒന്നാണ് ഫ. അതുകൊണ്ട് നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക. മിൻ ഫദ്ലിഹി ദ്വാദിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാവിൻ്റെ ഒരു സൈഡ് നീളത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്താണ് ദ്വാദ് ഉച്ചരിക്കുക. അപ്പോൾ ഫദ്ലിഹി റഖാവത്തുള്ള അക്ഷരമാണ്. ഫദ്ലിഹി പദത്തിൻ്റെ അന്ത്യത്തിലുള്ള ദ്വമീറിന് മദ്ദുസ്സിലത്ത് സുഗ്റ നൽകി
2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ റഹ്മത്തിഹി എന്ന ഹാഇൻ്റെ അതേ ഹുക്മ തന്നെ. അതായത് ഹാഇന് തൊട്ട് മുമ്പിൽ അതുപോലെ തൊട്ട് ശേഷവും, ഹാഇന് തൊട്ട് മുമ്പിലും തൊട്ട് ശേഷവും ഹറക്കത്തുണ്ടായിരിക്കുമ്പോഴാണ് ഈ ഹാഇന് ദീർഘം നൽകുക. തൊട്ട് മുമ്പിലും തൊട്ട് ശേഷവും ഹറക്കത്ത് ഉണ്ടായിരിക്കുമ്പോൾ. ഹാഇന് 4 അവസ്ഥകളാണുള്ളത്. ഹറക്കത്ത്, ഹാഇ, ഹറക്കത്ത്. നോട്ട് ചെയ്ത് വെക്കുക. ഹറക്കത്ത്, ഹാഇ, ഹറക്കത്ത്. അതാണ് ഇവിടെ ഉള്ളത്. ഫദ്ലിഹി വ ലഅല്ലക്കും, അല്ലേ? ലാമിന് ഹറക്കത്താണ്, പിന്നെ ഹാഇ, പിന്നെ വാവിനും ഹറക്കത്ത്. ഇങ്ങനെ ഹറക്കത്ത്, ഹാഇ, ഹറക്കത്ത്. ഇതൊരവസ്ഥ. ഹറക്കത്ത്, ഹാഇ, സുക്കൂന്, ലഹുൽ മുൽക്ക്, അല്ലേ? അതുപോലെ സുക്കൂന്, ഹാഇ, ഹറക്കത്ത്, പിന്നെ സുക്കൂന്, ഹാഇ, സുക്കൂന്. ഇങ്ങനെ 4 അവസ്ഥകളുണ്ടാകും. അതിൽ ആദ്യം പറഞ്ഞ അവസ്ഥയിൽ മാത്രമാണ് ഹാഇന് ദീർഘം നൽകപ്പെടുക. ഹാഇന് കസ്ർ അല്ലെങ്കിൽ ദം രണ്ടും വരാവുന്നതാണ്. മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. വലഅല്ലകും ഐന് വ്യക്തമാക്കണം. ലഅല്ലക്കും പദത്തിൻ്റെ അന്ത്യത്തിൽ ഒരു സാക്കിൻ തമീമുണ്ട്. അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വലഅല്ലകും തഷ്കുറൂൻ. തഷ്കുറൂൻ, റൂ എന്ന റാഇൻ്റെ ഉച്ചാരണം തഫ്ഖീമോടുകൂടി തടിപ്പിച്ചുകൊണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ويوم يناديهم فيقول ويوم يناديهم ويوم വ്യക്തമായി 2 ചുണ്ടുകളിൽ നിന്നാണ് ഉച്ചരിക്കണം. വയൗമ യുനാദീഹിം യുനാദീഹിം ഫയഖൂൽ. സാക്കിന തമീമും ശേഷം ഫാഉം വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫവി ബിശക്കൽ ഖാസ്, അതായത് സാക്കിന തമീമിനെ മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവി നൽകുക. ഫ ശേഷമുള്ളതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട്. ويوم يناديهم فيقول أين شركائي. ഫയഖൂലു ഖാഫിന് നിസ്ബിയായ തഫ്ഖീം എടുക്കണം. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. ഐന ശുറകാഇ. ശുറകാഇ റാഇന് തഫ്ഖീം എടുക്കാൻ ശ്രദ്ധിക്കുക. തടിപ്പിച്ചാണ് റാഇനെ ഉച്ചരിക്കേണ്ടത്. ശുറകാഇ അല്ലദീന കുൻതും. ശുറകാഇ അല്ലദീന, അതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. ശുറകാഇയ. ആ ദീർഘത്തെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മുത്തസിൽ എന്നാൽ ചേർന്ന് വന്നത്. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി ചേർന്ന് വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം. ശുറകാഇ അല്ലദീന കുൻതും. കുൻതും സക്കിന തനൂനും ശേഷം താവും. ഇവിടെ ശുറകാഇ എൻ്റെ പങ്കാളികൾ എന്നാണ് അർത്ഥം വരുന്നത്. അവിടെ യാഹിന് സുക്കൂനാണ് അസ്ലിലുള്ളത്. ആ സുക്കൂൻ വീണ്ടും സുക്കൂൻ, അല്ലദീനയിലെ സുക്കൂൻ. ഇതിനെ പരിഹരിക്കുവാനായി ശുറകാഇ അല്ലദീന എന്ന് യാ ഉൽ മുതകല്ലിമിന് ഫത്ഹ നൽകിയതായി നമുക്ക് മനസ്സിലാക്കാമെങ്കിലും യാ ഉൽ മുതകല്ലിമിനെ ഫത്ഹ നൽകി പല സന്ദർഭങ്ങളിലും ഉച്ചരിക്കുന്ന രീതി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ, അല്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന, യാ ഇബാദില്ലദീന, അങ്ങനെ 2 രൂപത്തിലും വന്നതായി നമുക്ക് കാണാം. യാ ഇബാദില്ലദീന,
ഇബാദില്ലദീന, ഇബാദി എന്ന യാ ഹദ്ഫ് ചെയ്തുകൊണ്ട് ഇബാദി അവിടെ യാ ഉണ്ട്, പക്ഷേ ഇബാദില്ലദീന എന്ന് ഉള്ള രീതിയും കാണാം, ഇബാദിയല്ലദീന എന്നും കാണാം. അതുപോലെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ലക്കും ദീനുക്കും വലിയ ദീൻ, ഇവിടെയൊക്കെ യാവുൽ മുത്തക്കല്ലിമിന് ഫത്ഹ കൊടുത്തു ഉച്ചരിക്കുന്നു. എന്നാൽ ഫത്ഹ നൽകിയും ഫത്ഹ നൽകാതെ വെറും സുക്കൂൻ നൽകിയും ഉച്ചരിക്കുന്ന രീതിയെല്ലാം പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, റിവായത്തിൽ എപ്രകാരമാണോ വന്നത് അത് അനുസരിക്കുക എന്നത് മാത്രമാണ്. റിവായത്തിൽ എപ്രകാരമാണ് വന്നത് അങ്ങനെ തന്നെ നമ്മളും പാരായണം ചെയ്യുക. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ശുറക്കാഇ എന്ന് സുക്കൂൻമേൽ ദീർഘ അക്ഷരമായ ഉച്ചരിച്ചുകൊണ്ട് നിർത്തുക. ശുറക്കാഇയല്ലദീന കുൻതും, സക്കിനത്താനൂനും ശേഷം താവും ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. കുൻതും, സക്കിനത്താമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. കുൻതും തസ്ഉമൂൻ, ഐന് ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. സായും പ്രകാരം തന്നെ തസ്ഉമൂൻ. വനസഅന, വീണ്ടും ഐൻ വനസഅന മിൻ കുല്ലി ഉമ്മ, സക്കിനത്താനൂൻ ശേഷം കാഫ് മിൻ കുല്ലി ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, വീണ്ടും ഉമ്മത്തിൻ ഷദ്ദുള്ള മീമിനെ മണിക്കുക, മീം മുഷദ്ദദ. എന്നാൽ ഇഖ്ഫ വീണ്ടും വരുന്നു. ഉമ്മത്തിൻ എന്നതിലെ തൻവീൻ, അവിടെയും തൻവീനിനെയും ഇഖ്ഫ ചെയ്യുകയാണ് വേണ്ടത്, ഇഖ്ഫ ഹഖീഖി. അപ്പോൾ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, വീണ്ടും ഷഹീദൻ ഫഖുൽന, ഇഖ്ഫ വീണ്ടും വരുന്നു, തൻവീൻ ശേഷം ഫ. ഇവിടെയൊക്കെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക, വ്യക്തമാക്കി മണിക്കുക. മണിക്കുമ്പോൾ നാവിനെ നൂനിൻ്റെ മഖ്റജിൽ നിന്ന് അല്പം അകത്തി വെച്ചുകൊണ്ട് മണിക്കുക. ഇതാണ് ഇഖ്ഫാഇൻ്റെ രൂപം. ഷഹീദൻ ഫഖുൽന, ലാമിനെ ഇൽഹാർ ചെയ്യണം. ഫഖുൽന എന്നായി പോയത്. ഫഖുൽന ഖാഫിന് തഫ്ഖീമാണ്. ഫഖുൽന ഹാതു ബുർഹാനകും, ഹാതു ബുർഹാനകും, റാഇന് തഫ്ഖീം കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ബുർഹാനകും ഫഅലിമു, സാക്കിൻ തമീമും ശേഷം ഫാഉം ഇൽഹാർ ഷഫവി. നേരത്തെ സൂചിപ്പിച്ച ഹുക്മ തന്നെ വ്യക്തമാക്കണം. ഫ ആയതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ബുർഹാനകും ഫഅലിമു, അലിമു എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. വാവിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫഅലിമു അന്നൽ ഹഖ്ഖ ലില്ലാഹ്, അന്ന നൂൻ മുഷദ്ദദയെ മണിക്കുക. ശബ്ദ നൽകപ്പെട്ട നൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് നൽകണം. അന്നൽ ഹഖ്ഖ, ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഖവിയ അക്ഷരമാണ്, ശിദ്ദത്തുണ്ട്. ഹഖ്ഖ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക, തടിപ്പിച്ചുച്ചരിക്കുക. അന്നൽ ഹഖ്ഖ ലില്ലാഹി വദല്ല അൻഹും, ദ്വാദിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിതാല എന്ന സിഫത്തുള്ള ദ്വാദ് വ്യക്തമായി ശ്രദ്ധിച്ചുച്ചരിക്കുക. വദല്ല അൻഹും മാ കാനൂ, അൻഹും ഇതിൽ സാക്കിനത്തായ നൂനും ഹാഉമാണ്. ശേഷം ഹ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. അൻഹും സാക്കിൻ തമീം ശേഷം മീം. ഇദ്ഗാം ബിഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെയാണ് അതിന് പേര് പറയാവുന്നത്. ഇദ്ഗാം ഷഫവി
അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകാം. എന്തായാലും ഒറ്റ മീമാക്കി, ഷദ്ദുള്ള ഒറ്റ മീമാക്കി മണിക്കണം എന്നതാണ് നിയമം. അൻഹും മാ കാനൂ യഫ്തറൂൻ. യഫ്തറൂൻ റായിന് തഫ്ഖീം കൊടുക്കുക. യഫ്തറൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون. ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون. ونزعنا من كل أمة شهيدا فقلنا هاتوا برهانكم فعلموا أن الحق لله وضل عنهم ما كانوا يفترون.